ചപ്പാത്തിയുടെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മീറ്റ് ബോൾ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു മീറ്റ് ബോൾ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ സ്റ്റൈലിൽ. ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എൻ്റെ വേർഷനിലൊരു മീറ്റ് ബോൾ കറിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ മീറ്റ് ബോൾ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മീറ്റ് ബോൾസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 200 ഗ്രാം മിൻസ് മീറ്റാണ് യൂസ് ചെയ്യുന്നത്. മട്ടൺ മിൻസോ ബീഫ് മിൻസോ ചിക്കൻ മിൻസോ ഒക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബീഫാണ്, ബീഫ് മിൻസാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 1-2 ടേബിൾ സ്പൂൺ മല്ലിയില, സവോള അതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കും. ഇനി നമുക്കിതിനകത്തൊക്കെ സ്പൈസസ് ഇടണ്ടേ. ടർമറിക് പൗഡർ ഒരു 1/8 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാല 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ. ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ. കൊറിയാൻഡർ പൗഡറും 1/4 ടീസ്പൂൺ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മളിവിടെ ഉപയോഗിച്ച ഗരം മസാലയുടെയൊക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മിക്സർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും മിൻസ് മീറ്റ് ഉപയോഗിക്കുമ്പോൾ മിൻസ് ചെയ്ത ശേഷം കഴുകാൻ പാടില്ല. എപ്പോഴും മീറ്റ് കഴുകിയ ശേഷം മിൻസ് ചെയ്യാം. ഈ മിക്സ്ചർ റെഡിയാണ്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ചെറിയ ചെറിയ ബോളുകളാക്കി ഇതേപോലെ ഈ ഒരു സൈസിൽ മീറ്റ് ബോൾസ് ഉണ്ടാക്കി എടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഓയിലോ ചേർത്തിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടാകുമ്പോൾ ഓരോ മീറ്റ് ബോൾസിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ മീറ്റ് ബോൾ എല്ലാ സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. എടുക്കാം. വേറെ ഒരു കടായി വെക്കാം. ഈ ഓയിലിനകത്തേക്ക് ഒഴിക്കാം. ജീരകം ഇടാം. മുക്കാൽ ടീസ്പൂൺ ജീരകം. നല്ല ജീരകമാണ്, ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്. ജീരകം ഇട്ട് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് ഇടാം. കൂടാതെ കുറച്ച് സ്പൈസസ് കൂടി ഇടാനായിട്ടുണ്ട്. ഒരു കറുത്ത ഏലക്ക, 2 ഗ്രാമ്പൂ, 2 സാധാരണ ഏലക്ക, വളരെ ചെറിയൊരു കഷ്ണം സിനമൺ പട്ട, റഫായിട്ട് ചോപ്പ് ചെയ്ത് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള, ഒരു പച്ചമുളക്, ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി ഒരു 7 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് റഫായിട്ട് സ്ലൈസ് ചെയ്ത്, ഈ ടൊമാറ്റോയും കൂടെ ഒന്ന് കുക്കാവണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുക്കിംഗ് ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തു. ഇനി നമ്മൾ നോക്കണ്ടേ ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഉടയണം. ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു. ഇതിനി ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മേലോട്ടാക്കി വെക്കുക, ഓയിലൊന്ന് സെപ്പറേറ്റ് ആവാനായിട്ട്. ഈ സവോള ഒണിയൻസിൻ്റെ ഒക്കെ മിക്സർ നമ്മൾ ഒന്ന് അരച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒന്ന് കൂളാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റാം. ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ബേ ലീഫ്, സിനമൺ, ഏലക്ക, ഗ്രാമ്പു ഒക്കെ നമ്മൾ എണ്ണ അനുസരിച്ചിട്ടാണല്ലോ ഇട്ടത്, അതെല്ലാം മാറ്റാം. സ്പൈസസ് ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് സ്പൈസസ് എടുത്ത് മാറ്റുക. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇനി വീണ്ടും ഈ കടായി ചൂടാക്കുക. എണ്ണയിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതിയാണിത്, അതിനകത്തേക്ക് ചേർക്കാം. ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കുക. പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർക്കാം. ഇവിടെ സവോള ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. ഈ മിക്സർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ഇടാനായിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി കൊറിയാൻഡർ പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. നമ്മൾ ഇപ്പം ഇട്ട സ്പൈസസ് പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, അതിൻ്റെയൊക്കെ റോ സ്മെല്ല് പോകണം. അതുവരെ ഒന്ന് വഴറ്റുക. 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇവിടെ എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് നല്ലതായിട്ട് കുക്ക്ഡ് ആയെന്നുള്ളത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്. അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അതോടെ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഈ മസാലയുടെ മിക്സറിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. നല്ലൊരു കളറും ആയിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഏകദേശം 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ചേർത്തു. അതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ഷുഗർ കൂടെ ചേർത്തു. നമ്മൾ ടൊമാറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇച്ചിരി ഷുഗർ ചേർത്തത്. അതിനകത്തേക്ക് മീറ്റ് ബോൾസ് ഇടാം. ഇത് അടച്ചു വെച്ച് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. 1/2 ടീസ്പൂൺ. ഉലുവായിലയാണ്, ഡ്രൈഡ് ഉലുവായിലയാണ്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം പൊടി, ക്രീം. നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ക്രീം ചേർത്തു. കുറച്ച് മല്ലിയില,
കറി ഓഫ് ചെയ്യാൻ റെഡിയാണ്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഷുഗർ ചേർക്കാം, ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. മീറ്റ്ബോൾ കറി റെഡിയാണ്. ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി. ഈ വേർഷനിലുള്ള ഈ കറി, മീറ്റ്ബോൾ കറി, നിങ്ങൾക്ക് ചപ്പാത്തി, നാൻ, റോട്ടിയുടെ ഒക്കെ നന്നായിട്ട് പോവും. കൂടാതെ നമുക്ക് റൈസ്, ഗീ റൈസ് അല്ലെങ്കിൽ പുലാവിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു പുളിയും നല്ലൊരു ക്രീമി റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.